ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകൾക്ക് മുൻപ് യൂട്യൂബിൽ ഞാനൊരു വീഡിയോ കണ്ടു. ഉൽപ്പത്തിയിൽ ദൈവം എവിടെ എന്നായിരുന്നു അതിൻ്റെ തമ്പനയിൽ. ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി, ഈശോയെക്കുറിച്ച് ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്, പക്ഷെ അതങ്ങ് പൂർണ്ണമായിട്ടില്ല. അതുകൊണ്ട് ഇവിടെ വ്യക്തമായിട്ട് ഉൽപ്പത്തിയിൽ ഈശോയെ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം നമ്മളൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നിട്ട് പറയുന്നത്, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. ഉൽപ്പത്തി പുസ്തകത്തിലാണ് പ്രപഞ്ചത്തിൻ്റെ ആ സൃഷ്ടി വിവരണം എഴുതിയിരിക്കുന്നത്. ആ ഉൽപ്പത്തി പുസ്തകത്തിൽ എവിടെയാണ് ഈശോ? ഉൽപ്പത്തി 1 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. 1-ാം വാക്യം ഇങ്ങനെയാണ്: ആദിയിൽ ദൈവം ആകാശഭൂമിയെ സൃഷ്ടിച്ചു. പിതാവായ ദൈവം നമുക്ക് ഈ ഭാഗത്ത് കണ്ടെത്താൻ പറ്റും. അതിൻ്റെ അടുത്ത വാക്യത്തിൽ ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവായ ദൈവം, പിതാവായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, ഈ 1ഉം 2ഉം വാക്യം നമ്മൾ കണ്ടെത്തുന്നുണ്ട്. വീണ്ടും 3-ാം വാക്യം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. സന്ധ്യയായി പ്രഭാതമായി 1-ാം ദിവസം. ശ്രദ്ധിക്കണേ. ദൈവം വീണ്ടും അരുളി ചെയ്തു, ജലമധ്യത്തിൽ ഒരു വിധാനമുണ്ടാകട്ടെ. അത് ജലത്തെ രണ്ടായി തിരിക്കട്ടെ. ദൈവം ഒരു വിധാനമുണ്ടാക്കുകയും അതിന് താഴെയുള്ള ജലത്തെ മുകളിലുള്ള ജലത്തിൽ നിന്നും വേർതിരിക്കുകയും ചെയ്തു. അപ്രകാരം സംഭവിച്ചു. വിധാനത്തിന് അവിടുന്ന് ആകാശമെന്ന് പേരിട്ടു. സന്ധ്യയായി പ്രഭാതമായി 2-ാം ദിവസം. ദൈവം വീണ്ടും അരുളി ചെയ്തു, ആകാശത്തിന് കീഴിലുള്ള വെള്ളമെല്ലാം ഒരിടത്ത് ഒരുമിച്ച് കൂടെ കര പ്രത്യക്ഷപ്പെടട്ടെ. അങ്ങനെ സംഭവിച്ചു. കരയ്ക്ക് ഭൂമിയെന്നും ഒരുമിച്ചുകൂടെ ജലത്തിന് കടലെന്നും ദൈവം പേരിട്ടു. അത് നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം അരുളി ചെയ്തു, ഭൂമി എല്ലാത്തരം ഹരിതസസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുൾക്കൊള്ളുന്ന ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളപ്പിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. ഭൂമി എല്ലാത്തരം ഹരിതസസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുള്ള ഫലങ്ങളോട് കൂടിയ വൃക്ഷങ്ങളും മുളപ്പിച്ചു. അവ നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി പ്രഭാതമായി 3-ാം ദിവസം. ദൈവം വീണ്ടും അരുളി ചെയ്തു, രാവും പകലും വേർതിരിക്കാൻ ആകാശവിധാനത്തിൽ പ്രകാശങ്ങൾ ഉണ്ടാകട്ടെ. അവ ഋതുക്കളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങളായിരിക്കട്ടെ. ഭൂമിയിൽ പ്രകാശം ചുരിയാൻ വേണ്ടി അവ ആകാശവിധാനത്തിൽ ദീപങ്ങളായി നൽകട്ടെ. അങ്ങനെ സംഭവിച്ചു. ദൈവം 2 മഹാദീപങ്ങൾ സൃഷ്ടിച്ചു. പകലിനെ നയിക്കാൻ വലുത്, രാത്രിയെ നയിക്കാൻ ചെറുത്. നക്ഷത്രങ്ങളെയും അവിടുന്ന് സൃഷ്ടിച്ചു. ഭൂമിയിൽ പ്രകാശം ചുരിയാനും രാവിനെയും പകലിനെയും നിയന്ത്രിക്കാനും വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിക്കാനും ദൈവം അവയെ ആകാശവിധാനത്തിൽ സ്ഥാപിച്ചു. അത് നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി പ്രഭാതമായി 4-ാം ദിവസം. പ്രിയപ്പെട്ടവരെ, ഈ 4-ാം ദിവസമാണ് നമ്മൾ ഈ കാണുന്ന ഈ പ്രകാശത്തിൻ്റെ കാരണക്കാരൻ. സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ദൈവം സൃഷ്ടിച്ചതെങ്കിൽ ചോദ്യം ഇതാണ്: ഈ 1-ാം ദിവസം സൃഷ്ടിച്ചൊരു പ്രകാശം ഏതായിരുന്നു? നമ്മളവിടെ കാണുന്നുണ്ട്, ദൈവം ആദ്യം സൃഷ്ടിക്കുന്ന 1-ാം ദിവസം സൃഷ്ടിക്കുന്ന ദൈവം വിളിച്ചെന്ന് വെളിച്ചമുണ്ടാവട്ടെ, വെളിച്ചമുണ്ടായിരുന്ന. ആരായിരുന്നു ഈ വെളിച്ചം? ഇതിലേക്ക് ഉത്തരത്തിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കുന്നത് ഈ ഒരു ചോദ്യമാണ്. ഈ വെളിച്ചം ഏതായിരുന്നു? സൂര്യചന്ദ്രന്മാരുടെ വെളിച്ചം സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിച്ച 4-ാം ദിവസമാണെങ്കിൽ ഈ 1-ാം ദിവസം വന്ന ഈ വെളിച്ചം ഏതായിരുന്നു? ആരായിരുന്നു? വചനത്തെ നമുക്കിപ്പോഴും വചനത്തിലൂടെ മനസ്സിലാക്കാനേ കഴിയുകയുള്ളൂ. ദാനിയേലിൻ്റെ പുസ്തകം 2:22 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: അഗാധവും അജ്ഞേയവുമായ കാര്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുന്നു. അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്ന എന്താണെന്ന് അവിടുന്ന് അറിയുന്നു. പ്രകാശം അവിടുത്തോടൊപ്പം വസിക്കുന്നു. ഉണ്ടോ? അഗാധവും അജ്ഞേയമായ കാര്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്ന എന്താണെന്ന് അവിടുന്ന് അറിയുന്നു. പ്രകാശം അവിടുത്തോടൊപ്പം വസിക്കുന്നു. പ്രകാശം ദൈവത്തോടൊപ്പം വസിക്കുന്നു എന്ന് ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. വീണ്ടും തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 16-ാം വാക്യം ഇങ്ങനെ വായിക്കാണ്: അവിടുന്ന് മാത്രമാണ് മരണമില്ലാത്തവൻ. അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന അവിടുത്തെ ഒരുവനും കണ്ടിട്ടില്ല, കാണുക സാധ്യവുമല്ല. അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന അവിടുത്തെ ഒരുവനും കണ്ടിട്ടില്ല, കാണുക സാധ്യവുമല്ല. വീണ്ടും യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റത്തിന് നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. ദൈവം എന്താ ആദ്യം സൃഷ്ടിക്കുന്നത്? ഉണ്ടാവട്ടെ എന്നൊരു വചനം അയക്കുകയാണ് ഭൂമിയിലേക്ക്. ഈ വചനം ഈശോയാണ്. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാൻ സുവിശേഷം നമ്മൾ വായിക്കുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു. പിതാവിൽ നിന്ന് പുറപ്പെട്ട ആ വചനമാണ് ഈശോ. ഉണ്ടാവട്ടെ, ആദ്യത്തെ പ്രകാശം അത് ഈശോയാണ്. ആദ്യത്തെ പ്രകാശം സൂര്യചന്ദ്രന്മാർക്ക് മുൻപ് 1-ാം ദിവസം ദൈവം സൃഷ്ടിച്ച ആ ഭൂമിയിലേക്ക് കടന്നു വന്ന പ്രകാശം ഈശോയായിരുന്നു. യോഹന്നാൻ സുവിശേഷം 1:6 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. അവൻ സാക്ഷ്യത്തിനായി വന്നു. ഇനി ശ്രദ്ധിക്കണ്ടേ, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ അവൻ സാക്ഷ്യത്തിനായി വന്നു. ആർക്ക് സാക്ഷ്യം? വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനായിരുന്നു. അതായത് വെളിച്ചത്തിന് സാക്ഷ്യം നൽകാനാണ് യോഹന്നാൻ വന്നത്. ഈ വെളിച്ചമാണ് ഉൽപ്പത്തി പുസ്തകം 1:3 നമ്മൾ വായിക്കുന്ന യേശു ക്രിസ്തു.
വെളിച്ചത്തിൽ സാക്ഷി നൽകാനാണ് സ്നാപക യോഹന്നാൻ വന്നത് നമ്മൾ വായിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനോട് സൃഷ്ടിക്കപ്പെട്ടു, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. കണ്ടോ, ആദ്യത്തെ വെളിച്ചം ഉൽപ്പത്തി 1:3 പിതാവിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ആ വെളിച്ചം ഈശോയായിരുന്നു. സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ മുൻപ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, അതായത് 3-ാം പ്രണാമജപം, അതിങ്ങനെയായിരുന്നു ആരംഭിച്ചിരുന്നത്: കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോട് അങ്ങേക്ക് ഞാൻ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയുടെ സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ കടന്നു വരുന്ന പ്രകാശം ഈശോയായിരുന്നു. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ ലോകത്തിന് പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്ന ഒരിക്കലും അന്ധകാരം നടക്കുകയില്ല എന്ന് ഈശോ പറഞ്ഞത്. വീണ്ടും യോഹന്നാൻ 3:19, ഇതാണ് ശിക്ഷാവിധി, പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശം അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. യോഹന്നാൻ 3:19 നമ്മൾ വായിക്കുകയാണ്, പ്രകാശം ലോകത്തിലേക്ക് വന്നു, മനുഷ്യൻ ഈ പ്രകാശം തിരിച്ചറിഞ്ഞില്ല, പ്രകാശത്തേക്കാൾ അധികമായി അവർ അന്ധകാരത്തെ സ്നേഹിച്ചു. ഈശോയുടെ ജനനത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുന്നത് യെശയ്യാ 9:2 നമ്മൾ വായിക്കുന്നുണ്ട്. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ നിഴലിലും മേഖലയിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. ഒരു പ്രകാശം ഉദിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ജീവിക്കുന്നതൊക്കെ ഈ സൂര്യന്റെ ചന്ദ്രന്റെ പ്രകാശത്തിലല്ല, അതിനു മുമ്പ് നമ്മുടെ ഹൃദയങ്ങളിൽ ഈ ദൈവത്തിന്റെ ഈ പ്രകാശം, വചനത്തിന്റെ ഈ പ്രകാശം ഉണ്ടാകണമെന്ന് ഈശോ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കേണ്ടത് എപ്പോഴും ഈ വചനത്തിന്റെ പ്രകാശമാണ്. 1-ാം ദിവസം സൃഷ്ടിക്കപ്പെട്ട ആ വചനത്തിന്റെ പ്രകാശമാണ്, ഈശോ എന്ന പ്രകാശമാണ് നമ്മുടെ ഹൃദയങ്ങളെ നിയന്ത്രിക്കേണ്ടതും ഭരിക്കേണ്ടതും ആ പ്രകാശം നമ്മൾ വ്യാപരിക്കേണ്ടതെന്നും ഈ ഭാഗം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3, 6, 9, 11, 14, 20, 24, 26, 29 ഈ വാക്യങ്ങളൊക്കെ ദൈവം അരുളി ചെയ്തു ഉണ്ടാവട്ടെ. ഈ വചനം ഇതായിരുന്നു ഈശോ. അതുകൊണ്ട് ബൈബിളിൻ്റെ ഓരോ താളുകളും ഈശോ ഇങ്ങനെ മറഞ്ഞു നിൽപ്പുണ്ട്. യോഹന്നാൻ എഴുതി വെച്ചു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഈ വചനമാണ് മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചത്. പ്രഭാഷണ പുസ്തകം 17:8 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, തൻ്റെ പ്രവൃത്തിയുടെ മഹത്വം അവർ കാണുന്നതിന് തൻ്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു. തൻ്റെ പ്രവൃത്തിയുടെ മഹത്വം അവർ കാണുന്നതിന് തൻ്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനെ സൃഷ്ടിക്കപ്പെടുമെങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. ലോകത്തിൽ ഈശോയെ തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്ന ആ പ്രകാശം വചനത്തിൻ്റെ പ്രകാശമാണ്. വചനത്തിൻ്റെ പ്രകാശം നമ്മുടെ ഹൃദയങ്ങളെ അറിയട്ടെ. ഈശോയെ തിരിച്ചറിയാൻ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.